കേരളം ഒരു തദ്ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ മടുക്കോലി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എബി മേഖരിങ്ങാടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം. നമസ്കാരം. എബിക്കുട്ട, കേരളം ഒരു തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ശക്തമായ മത്സരമാണല്ലോ എല്ലാ ഗ്രാമതലത്തിലും ബ്ലോക്കും ഒക്കെ നടക്കുന്നത്. ജില്ലാതലത്തിലും എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? എന്തൊക്കെയാണ് പ്രതീക്ഷകൾ നാടിനെക്കുറിച്ചും അതേപോലെ ജനവിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് ആൾക്കാരുടെ റെസ്പോൺസ്? എന്തൊക്കെയാണ് മനസ്സിൽ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാനുള്ളതും ഒക്കെ? എന്നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2010 മുതൽ തുടർച്ചയായ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഞാൻ തുടർച്ചയായിട്ട് മത്സരിക്കുകയാണ്. ഓരോ തവണ ഭൂരിപക്ഷം ഉയർത്തിയാണ് എൻ്റെ വിജയം. അത് എൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങൾ നൽകുന്ന അംഗീകാരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ തവണ 3 തവണയും പഞ്ചായത്തിലേക്കാണ് മത്സരിച്ച് വിജയിച്ചത്. ഇപ്പോൾ കല്ലിപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. ഈ ഡിവിഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 2010 മുതൽ തുടർച്ചയായിട്ട് UDF ജയിക്കുന്ന ഒരു ഡിവിഷനാണ്. 2010 ഡിവിഷൻ രൂപീകൃതമാകുന്നത്. അന്ന് മുതൽ ആദ്യം ശ്രീമതി ഷാർലി വർക്കി 2010 ഈ ഡിവിഷൻ വിജയിച്ചു. ഇപ്പോൾ അതായത് കഴിഞ്ഞ തവണ 2020 ഇവിടുന്ന് വിജയിച്ചത് ഈ 14-ാം വാർഡിലെ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ശ്രീമതി ജ്ഞാനമണി മോഹനാണ്. പുള്ളിക്കാരത്തി ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ്. പ്രാവശ്യം ജനവിധി തേടുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ ഈ നാടിനെക്കുറിച്ചുള്ളൊരു സ്വപ്നങ്ങളൊക്കെ? കഴിഞ്ഞ 3 ടേമായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ ഓരോ കാലാനുസൃതമായ വികസന പ്രവർത്തനം. ഇപ്പോൾ ഞാൻ ജനപ്രതിയാകുന്നത് 2010 അതിന് ഒരു 10 വർഷം മുമ്പ് സജീവ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഞാൻ ഉണ്ടായിരുന്നു. 2010 ഞാൻ ആദ്യമായി മത്സരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും നമ്മൾ സജീവമായി നിൽക്കുമ്പോഴാണ് പാർട്ടി എനിക്ക് സീറ്റ് നൽകിയത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് വിജയിക്കാൻ പറ്റി. ഞാൻ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വികസന പ്രവർത്തനം ഒരുപാട് ചെന്നൊരാവശ്യമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ആളുകൾ കടന്നു വരുമ്പോൾ ഞാൻ കഴിവതും ആളുകളെ അങ്ങനെ വീട്ടിലോട്ട് പോലും വരുത്തിക്കാറില്ല. ഒരു ആവശ്യം വന്നാൽ ഞാൻ അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലും. എൻ്റെ സ്കൂട്ടറിൻ്റെ ബോക്സിനകത്ത് എപ്പോഴും ലെറ്റർ പാടും സീലിംഗ് കാണും. ഒരാവശ്യം വന്നാൽ അന്നേരം കത്തെഴുതി കൊടുക്കും. ആ ഫോൺ വിളിച്ചാൽ ആര് വിളിച്ചാലും ഞാൻ റണ്ണിങ് ഓഫീസാണ്. റണ്ണിങ് ഓഫീസാണ്. ഈ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. അഥവാ ഏതെങ്കിലും സ്ഥലത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ മിസ്ഡ് കോൾ കൊണ്ട് തിരിച്ചു വിളിക്കും. അങ്ങനെ ദൈനംദിന വിഷയങ്ങൾ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങളും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ജനപ്രതിനിധിയെ സമീപിക്കുന്നത്. ആ പ്രശ്നങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ഇടപെടാറുണ്ട്. ഞാൻ ഒരാളോടും നോ പറഞ്ഞിട്ടില്ല. എൻ്റെ കഴിവനുസരിച്ച് ഇടപെടൽ നടത്തിയിട്ട് ഇപ്പം നമ്മൾ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി ഫലപ്രാപ്തിയിലെത്തി എന്നെനിക്ക് അവകാശമില്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി ഇടപെടൽ നടത്തിയാൽ അതിൻ്റെ ഒരു ഫലപ്രാപ്തി ഉണ്ട്. അതിനകത്ത് എൻ്റെ ഒരു നമ്മൾ ഇടപെട്ട വിഷയങ്ങൾ 90% ആളുകൾക്ക് സഹായകരമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുതന്നെയാണ് ഓരോ തവണയും ആളുകൾ ഇത്തവണ ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ഞാൻ 7 വാർഡുകളാണ്. 7 വാർഡുകളിൽ ഞാൻ ഭരണസന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് എല്ലാവരും കയറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കഴിവനുസരിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി വീടുകൾ കേന്ദ്രീകരിച്ച് ആളുകൾ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ കാണാൻ ശ്രമിക്കുകയാണ്. പിന്നെ അതിനകത്ത് ദൈവത്തിൻ്റെ വലിയ കരുണ എനിക്ക് തുടക്കം മുതൽ ഇപ്പോൾ ഇന്ന് വരെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിലുണ്ട്. തമ്പുരാൻ നൽകുന്ന അനുഗ്രഹവും പിന്തുണയുമാണ് ഈ നിലയിൽ ഓരോ ദിവസവും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ വികസന കാഴ്ചപ്പാടുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുവരെ ഞാൻ നടത്തിയ അടിസ്ഥാന വികസന രംഗത്ത് വലിയ പുരോഗതിയാണ് ഞാൻ പ്രത്യേകിച്ച് മേഖലയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ റോഡുകൾ ഏറ്റവും മോശമായ റോഡുകൾ തീരെ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ടാർ ചെയ്ത റോഡുകൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകിച്ച് മേഖല ഇല്ലാതിരുന്ന കാലഘട്ടത്താണ് ഞാൻ പ്രതിയായി വരുന്നത്. അപ്പോൾ ആ വാർഡുകൾ പ്രദേശങ്ങളെല്ലാം നമുക്ക് അവിടെ റോഡുകൾ റോഡുകൾ പൂർണ്ണമായിട്ടും അത് കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ചെയ്ത് സഞ്ചാരം. പിന്നെ ഞാൻ ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 2010 വരുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈനുകൾ വളരെ തുച്ഛമായ സ്ഥലങ്ങൾ മാത്രമേ. ഇപ്പോൾ ഞാൻ പ്രതികരിച്ച് 2-ാം വാർഡിലും 3-ാം വാർഡും സ്ട്രീറ്റ് ലൈനുകളില്ലാത്ത ഒരു സ്ഥലം പോലും മുഴുവൻ പോസ്റ്റുകളും ഒരു പോസ്റ്റ് ഇട്ട് പണ്ടൊക്കെ 1.5 വിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ, എല്ലാ പോസ്റ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചിരിക്കുക. ഇത് പ്രാഥമിക അടിസ്ഥാന വികസന രംഗത്താണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും വലിയ വലിയ പദ്ധതികൾ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട MP ശ്രീ ആൻ്റോ ആനയുടെ ഇടപെടലനുസരിച്ച് നമ്മുടെ ഈ കടുവാക്കുഴി മുതൽ പുതുശ്ശേരിക്ക് പോകുന്ന വഴി PMGSY അത് ഞാൻ ആദ്യം ജനപ്രതിയായ 2010-15 കാലഘട്ടത്തിൽ തന്നെ അത് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് നിർമ്മിച്ചതാണ്. 2 കിലോമീറ്റർ ദൂരത്തിൽ 1.5 കോടി രൂപയാണ്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട MP എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിൽ തന്നെ മെയിൻ്റനൻസ് ഫണ്ട് ആദ്യം അനുവദിച്ച PMGSY റോഡ് ഈ പറഞ്ഞ ഈ കടുവാക്കുഴി പുതുശ്ശേരി റോഡ്. ഓരോ വ്യക്തിക്കും അവരുടെ നിരവധി പ്രശ്നങ്ങൾ അതൊരു ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആളുകളുടെ വിഷയങ്ങളിൽ ഇപ്പോൾ ഇടപെട്ടു. ഞാൻ 2 തവണ പ്രതികരിച്ച 3 വാർഡുകളായിട്ട്
ഈ 2 വാർഡുകളിലും ഒരു തവണയെങ്കിലും ഞാൻ ഒരു ഇടപെടലെങ്കിലും ചെയ്യാത്ത ഒരു വീട് പോലും ഇല്ല. അപ്പോൾ എല്ലാ ആളുകളുമായിട്ട് എനിക്ക് ഹൃദയ ബന്ധമാണ്. അപ്പോൾ അവർ വീട്ടിലെ അംഗത്തെ പോലെയാണ് എന്നെ സ്നേഹിക്കുന്നത്. അതെനിക്ക് പല ഉദാഹരണങ്ങളും, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആ കുടുംബാംഗമായിട്ട് അവരെന്നെ ചേർത്ത് പിടിക്കുന്നു, എന്നോടൊപ്പം സന്തോഷിക്കുന്നു, എനിക്ക് ദുഃഖം വന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് കരഞ്ഞതും ഒക്കെ നിരവധി ഉദാഹരണങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അത് ഞാനിപ്പം വീണ്ടും ഈ മത്സരരംഗത്തേക്ക് വരുമ്പം ആളുകളുടെ ആ ഒരു സ്നേഹവായ്പകൾ നമുക്ക് അത് ലഭിക്കുന്നത് ഒരു അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു. ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മൾ ഒത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി